ദൈവപിതാവിൽ നിന്നും പുത്രൻ വഴി പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വാങ്ങിത്തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ വയനാട് കബനിഗിരി ഇടവകയിൽ നിന്ന് വരുന്നു. പേര് ബെന്നി ദ ജോയൽ. ഞാൻ ആദ്യമായിട്ട് എനിക്ക് 30 വർഷക്കാലമായിട്ട് എനിക്ക് മൈഗ്രീൻ്റെ തലവേദന ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഉടമ്പടി എടുത്ത് ഇവിടുത്തെ ഉപ്പും വിശുദ്ധ തൈലവും ഉപയോഗിച്ച് മാറ്റം വന്നു. അത് ഇപ്പം പൂർണ്ണമായിട്ട് എനിക്കില്ല. അതുപോലെ ഞങ്ങൾ പള്ളിയിൽ പോകാനായിട്ട് ബൈക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഞങ്ങൾ 5 പേര് പോകുമ്പോൾ ഷട്ടിലടിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കൊരു കാറ് വാങ്ങണമെന്ന് ഭയങ്കരമായ ആഗ്രഹമായിരുന്നു. ഞാൻ അത് നിയോഗത്തിലിട്ടു. അത് മാതാവിന് ഒരു കാറിങ്ങനെ സെക്കൻഡ് ഹാൻഡ് കാറിൻ്റെ ഒരു ഇത് വന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഈ കാറ് ഞങ്ങൾക്ക് വാങ്ങിത്തരികയാണെങ്കിൽ അതിൽ അടയാളം വേണം, അമ്മ വാങ്ങിത്തരുന്നതിനായിട്ട് ഒരടയാളം അവിടെ ചെല്ലുമ്പം. അപ്പോൾ ചെന്ന് കാറ് കണ്ടു. എനിക്കിഷ്ടം വെള്ളയാണ്. ഞാൻ വെള്ള വാഗണർ. അപ്പോൾ അതിൻ്റെ പുറകിൽ സെൻറ്റ് മേരീസ് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അന്നേരം പറഞ്ഞു, സാധാരണ വണ്ടികളിൽ സെൻറ്റ് മേരീസ് എന്നൊക്കെ പേര് എഴുതാറുണ്ട്, അതുപോരാ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചുറ്റും നോക്കി കണ്ടു കഴിഞ്ഞപ്പോൾ ഡ്രൈവറുടെ സീറ്റിൻ്റെ മുന്നിലുള്ള മിററിൽ കൃപാസന മാതാവിൻ്റെ ചിത്രത്തോടു കൂടിയ ഒരു കൊന്ത. ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ ആ വീട്ടുകാർ കൃപാസന മാതാവുമായിട്ട് ബന്ധം അവിടെ സാധ്യതയില്ല, കണ്ടിട്ടില്ല. അവിടെയൊന്നും അവർ ഉടമ്പടി എടുത്തവരുമല്ല. പക്ഷേ അതിൽ ആ കൊന്ത കണ്ടു. പിന്നെ ഞങ്ങൾ വില ചോദിച്ചു. വിലയിലൊക്കെ വളരെ ഞങ്ങൾക്ക് അനുകൂലമായ വില, കുഴപ്പമില്ല, വാഹനം വാങ്ങി. അങ്ങനെ ഒരു 1.5 കൊല്ലം ആ വാഹനം ഞങ്ങളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വാഹനത്തിൽ ഞാൻ ഏറ്റവും ആദ്യം വാഹനത്തിൽ വെച്ചത് നമ്മുടെ ഇവിടുത്തെ ഉടമ്പടി പത്രവും വിശുദ്ധ തൈലവും ഉപ്പുമാണ്. ഇത് 3 ഞാൻ വാഹനത്തിൽ വെച്ചതിന് ശേഷമാണ് ആ വണ്ടി ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയത് തന്നെ. അതിന് ശേഷം അതൊരു 1.5 കൊല്ലം ഉപയോഗിച്ചു. 1.5 കൊല്ലം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഒരു കാരുണ്യ പാലിയേറ്റീവിൻ്റെ ഒരു പരിപാടി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ഇങ്ങനെ പോകുമ്പം ഉച്ച കഴിഞ്ഞ് ഒരു 2:45 സമയത്ത് എനിക്ക് 2 വളവുണ്ട്. നല്ല കൊടും വളവാണ്. ഇതിൽ ആദ്യത്തെ വളവ് വളഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, രണ്ടാമത്തെ വളവ് വളഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല. ആ വളവിൽ ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ആ വളവ് വളഞ്ഞ് വണ്ടി ഒരു മരത്തിന് പോയി ഇടിക്കുകയായിരുന്നു ഉണ്ടായത്. അത് ഇടിച്ച് വണ്ടി മറിഞ്ഞിട്ട് ഈ ഇവിടുത്തെ വിശുദ്ധ തൈലവും ഉപ്പും ഉടമ്പടി പത്രവും ഒരു കോപ്പി എപ്പോഴും എൻ്റെ വണ്ടിയിലുണ്ടാവും. അതുപോലെ ഉടമ്പടി കാശുരൂപം എൻ്റെ കഴുത്തിലുണ്ട്. ഞാൻ ആ വാഹനത്തിൽ സുരക്ഷിതമായിട്ട് ഞാൻ ആ വാഹനത്തിൽ എവിടെയും ഒരു മുട്ടുവോ തട്ടുവോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ആ വാഹനത്തിൽ വളരെ സുരക്ഷിതനായിട്ടിരുന്നു. വണ്ടി ഇടിച്ച് മറിഞ്ഞ് വണ്ടി നന്നാക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. വണ്ടി അത് വാഹനത്തിൽ വാഹനത്തിൽ വേറെ വാഹനത്തിൽ കയറ്റിയാണ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകേണ്ടി വന്നത്. ആ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വർക്ക്ഷോപ്പുകാരൻ നോക്കിക്കഴിഞ്ഞ് വർക്ക്ഷോപ്പുകാരൻ പറഞ്ഞു, ഇനി നീ ഈ വണ്ടി നന്നാക്കണ്ട, ഇത് നീ മാറ്റി വേറെ വണ്ടി എടുക്കാൻ നല്ലത്, നന്നാക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും എനിക്ക് ബുദ്ധിമുട്ടായി. ഞങ്ങൾ വീണ്ടും ബൈക്കിൽ ഷട്ടിലടിക്കാൻ തുടങ്ങി. മാതാവിനോട് പറഞ്ഞു, അമ്മേ നിൻ്റെ ഇഷ്ടമാണ്, എന്ത് പരിപാടിക്ക് എന്ത് കേസിട്ട് പോയാലും ഞാൻ അമ്മയോട് അഭിപ്രായം പ്രാർത്ഥനയോടുകൂടി ചോദിച്ചിട്ടാണ് ഇറങ്ങുക. അങ്ങനെ വീണ്ടും ഇതായി. അപ്പോൾ ഈ വണ്ടി മറിച്ച് വിൽക്കാനും പറ്റില്ല ഒരവസ്ഥയിൽ. അപ്പോൾ അത് ആക്രിക്കാർക്ക് കൊടുക്കുന്ന രീതിയിലായി. ചെറിയ പൈസ കിട്ടുള്ളൂ. അങ്ങനെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതേ വണ്ടി തന്നെ മാറ്റി വേറെ എക്സ്ചേഞ്ച് ആയിട്ട് എനിക്ക് വണ്ടി എടുക്കാവുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു. അമ്മ എനിക്കതൊരു അനുഗ്രഹം പോലെ കൊണ്ടു തന്നു. അങ്ങനെ ഫൈനാൻസിനെ സമീപിച്ചു. ബാങ്കിൽ നിന്ന് കിട്ടുന്നതിൽ ബുദ്ധിമുട്ടായിട്ട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, ബാങ്കിൽ നിന്ന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര പാടായിരിക്കും, ഒത്തിരി രേഖകൾ വേണം, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് ഇത് ഉപേക്ഷിച്ചു. ഫൈനാൻസിനെ സമീപിച്ചു. ഫൈനാൻസുകാർ വീട്ടിൽ വന്നു ഒരു വലിയ ബുക്കാണ് കൊണ്ടുവന്നത് ഒപ്പിടാൻ വേണ്ടിയിട്ട്. ഞാനതിൽ ഒപ്പിടുന്ന രീതിന് മുമ്പ് അവർക്ക് എന്തൊക്കെയോ തടസ്സങ്ങൾ വരാൻ തുടങ്ങി. ഞാനതിൽ മാതാവിൻ്റെ വിശുദ്ധ ഉപ്പ് എടുത്ത് അവർ കാണാതെ തന്നെ ഞാനതിൽ പരട്ടി. അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ലാസ്റ്റ് അവരെന്നോട് പറഞ്ഞു, ബാങ്കിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിക്കൊണ്ട് വരണമെന്ന്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, അമ്മ ഇതിനകത്ത് എന്തോ ഇടപെടുന്നുണ്ട്, നമുക്കൊന്ന് ബാങ്കിൽ വെറുതെ പോയി നോക്കാം, സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും വേണമെന്നാണല്ലോ പറഞ്ഞത്, പോയി നോക്കാമെന്ന് പറഞ്ഞു.
ഞങ്ങൾ അന്ന് തന്നെ അപ്പം തന്നെ അവർ പോയ ഉടനെ പുറകെ ബാങ്കിലേക്ക് പോയി. ബാങ്കുകാർ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് മതി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ അന്ന് തന്നെ പോയി. അങ്ങനെ ചെന്ന് മാനേജരോട് ഞങ്ങളിങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചതിനിടയ്ക്ക് ഞാൻ അവരോട് ചോദിച്ചു, ഞാനൊരു വാഹനം വാങ്ങാനാണ്, എനിക്കൊരു ലോണ് കിട്ടാൻ സാധ്യതയുണ്ടോ? അവർ മാനേജരോട് പറയാൻ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ മാനേജരോട് ചെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച്, ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി എടുത്തിട്ടുണ്ട്, കാശ് രൂപം ഞങ്ങളുടെ കയ്യിൽ ഉണ്ട്, എൻ്റെ കഴുത്തിൽ എപ്പോഴും മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച്, അമ്മയെ ഇടപെടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് മാനേജരുടെ അടുത്ത് നിന്ന് മാനേജരോട് ചോദിച്ചപ്പോൾ മാനേജർ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം തന്നെ മാനേജർ വേഗം എൻ്റെ ഇതെടുത്ത് നോക്കി കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, 10 ലക്ഷം രൂപ മതിയോ? ഇങ്ങനെ എന്നോട് ഒറ്റ ചോദ്യമാണ്, 10 ലക്ഷം രൂപ മതിയോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് 10 ലക്ഷം മതി. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഒന്നുമില്ല, വേറെ കേസുകെട്ടുകളൊന്നുമില്ല, എല്ലാം നിനക്കിപ്പം പൈസ എപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ മതി, എല്ലാ രേഖകളും റെഡിയാക്കിക്കൊള്ളാൻ പറഞ്ഞു. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അമ്മ അപ്പം തന്നെ എനിക്ക് അതിൻ്റെ പൈസ റെഡിയാക്കി തന്നു. അങ്ങനെ പുതിയൊരു വണ്ടി എനിക്ക് അമ്മ വഴിയായി എനിക്ക് ലഭിച്ചു. പിന്നെ എനിക്കൊരു ദിവസം പറമ്പിൽ ഞാനിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ എനിക്ക് ഉള്ളിലിങ്ങനെ ഒരു തോന്നൽ വരികയാണ്, എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന്. ഞാനിങ്ങനെ വിശ്വാസപ്രമാണം ഉരുവിടാൻ തുടങ്ങി. ഇങ്ങനെ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ വന്നു. അപ്പോൾ ആ ഫോൺ വന്നത് അതിൻ്റെ ഒരു ഇടവേള ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും മരത്തേക്ക് കയറിയപ്പോഴത്തേക്കും എൻ്റെ ശരീരത്തിൽ തടിക്കാൻ തുടങ്ങി. എൻ്റെ മുഖവും തലയും എൻ്റെ കാവുകളും ചുണ്ടൊക്കെ തടിക്കാൻ തുടങ്ങി. എൻ്റെ ശരീരം മൊത്തത്തിലൊരു ഇത് വന്നു. മരത്തിന് വന്ന് കയറി രണ്ടാമത്തേതിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് ആരോ ഉള്ളിലിരുന്ന് പറയാൻ തുടങ്ങി, ഇറങ്ങിപ്പോ എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഞാൻ പിന്നെ കയറിയില്ല. ഞാൻ പിന്നെ ഇറങ്ങി വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ മോളും ഭാര്യയും പറഞ്ഞു, ഇതെന്താ ഇങ്ങനെ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഭയങ്കരമായിട്ട് എൻ്റെ ശരീരം മൊത്തം വീർത്തു, കവിളൊക്കെ ചുണ്ടൊക്കെ തടിച്ചായിരുന്നു, ചെവിയൊക്കെ തടിച്ചു, കണ്ടു കഴിഞ്ഞാൽ പേടിയാവും, അതുപോലെയായി. ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് കുളിക്കണം, എന്തോ പറ്റിയെന്ന് പറഞ്ഞു. ഞാൻ കുളിക്കാൻ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് വെള്ളം മേത്തൊഴിക്കുമ്പം ഈ തീക്കനലിലേക്ക് വെള്ളം ഒഴിക്കും പോലെ എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്നത് ഭയങ്കരമായ ഹീറ്റ്. ഞാൻ കുറേ വെള്ളം കോരി മേത്തൊഴിച്ചു. വേറെ സോപ്പൊന്നും ഇടേണ്ടി വന്നില്ല, കാരണം വെള്ളം നിൽക്കില്ല, അതുപോലെ ചൂടാവുക. ഞാൻ പിന്നെ തോർത്തിയിട്ട് വേഗം വിശുദ്ധ തൈലം എടുത്ത് നെറ്റിയെ പുരട്ടി ആദ്യമേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കപ്പിൽ ചൂടുവെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ വിശുദ്ധ ഉപ്പ് അതിലിട്ട് കലക്കിയിട്ട് ഞാൻ ജോസഫ് അച്ഛൻ്റെ ഒരു ധ്യാനം എടുത്ത് ഒരു ധ്യാനം എടുത്തു വെച്ചു. ധ്യാനം ഫസ്റ്റ് മുതൽ ഞാൻ ഈ വെള്ളം ഗ്ലാസ്സിൽ കുറച്ച് ഒഴിക്കും, ആ ധ്യാനം അവിടെ ഇരുന്ന് കേൾക്കും. ആരാധനയുടെ സമയത്ത് ഞാൻ ഉറക്കെ ആരാധനയ്ക്ക് സ്തുതിക്കുന്ന സമയത്ത് ഞാനും ഉറക്കെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ ധ്യാനം തീരുന്നതിന് മുമ്പ് ഓരോ സ്തുതിപ്പുകളും വരുമ്പോൾ ജോസഫ് അച്ഛൻ സ്തുതിക്കുന്ന സമയത്ത് ഞാൻ സ്തുതിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു കുളിരിങ്ങനെ പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടും. ആ കുളിരിങ്ങനെ പോകുന്ന ആ ധ്യാനം തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ശരീരത്തുണ്ടായ തടുപ്പും ആ ബുദ്ധിമുട്ടും ആ വിഷമങ്ങളും എല്ലാം മൊത്തം ആ ധ്യാനത്തിൻ്റെ അവസാനമായപ്പോഴത്തേക്കും തീർന്നു എന്നുള്ളതാണ്. അത് ഭയങ്കര ഒരു അനുഗ്രഹം. നമ്മൾ പറഞ്ഞാൽ അത് മനസ്സിലാവില്ല, അത് അനുഭവിക്കുമ്പോഴത് ശരിക്കും നമുക്ക് കുളിരിങ്ങനെ പോകുന്നത് പോലെ നമുക്ക് തോന്നും. അതനുസരിച്ചത് എനിക്ക് കുറയുന്നുണ്ടോ എനിക്കറിയത്തില്ല, പക്ഷെ കാണുന്നവർക്കറിയാം അത് ശരീരത്തിൽ എനിക്ക് കുറഞ്ഞു എനിക്ക് ഫീല് കുറയാൻ തുടങ്ങി. എൻ്റെ ശരീരം ഹീറ്റിങ് കുറയാൻ തുടങ്ങി. ഞാൻ ഈ വെള്ളവും കുടിച്ച് ധ്യാനം എത്തിയോണ്ട് വേറെ ഒരു കേസിന് ഞാൻ ഇടപെട്ടില്ല. ഞാൻ അവിടെ തന്നെ ഇരുന്ന് ധ്യാനത്തിൽ മാത്രമായിട്ടിരുന്നു. ആ സമയം നമുക്ക് ആ ബുദ്ധിമുട്ട് എന്താണെന്ന് പറയാൻ പറ്റില്ല. ഒരു തിക്കുമുട്ട് ഉണ്ടാവുക എന്ന് പറയും, ശരീരം നീര് വെച്ചിട്ട്. അപ്പോൾ ആ ഇത് പെട്ടെന്ന് ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ആ ഒരു ധ്യാനം തീർന്നപ്പോഴത്തേക്കും എനിക്ക് മാറിപ്പോയി എന്നുള്ളതാണ്. പിന്നെ എൻ്റെ മോന് ദുബായിൽ ജോലി ലഭിച്ച അവൻ തന്നെ പറയും. എൻ്റെ പേര് ജോയൽ മാത്യു, എൻ്റെ പപ്പയാണ്. ഞങ്ങളിന്ന് ഇവിടെ നിൽക്കുന്നത് ദൈവപിതാവിൽ നിന്ന് പുത്രൻ വഴി പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങൾക്ക് നേടുന്ന അനുഗ്രഹങ്ങൾക്ക് സാക്ഷികളായിട്ടാണ്. ആദ്യമായി തന്നെ ഞാനിവിടെ ആദ്യം വരുന്നത് 2023 ഒരു ജൂലൈ മാസമാണ്. ഞാൻ ദുബായിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് ഞാനിവിടെ വന്ന് ആ മൂലയ്ക്കിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്നൊന്നും ഞാൻ ഉടമ്പടി എനിക്ക് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഡൗട്ടായിരുന്നു. അതിനു മുന്നേ ഞാൻ മമ്മിയോടൊപ്പം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മമ്മി എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു, പപ്പയും എടുത്തു. അങ്ങനെ ഞാൻ ദുബായിലേക്ക് പോയി. ആദ്യത്തെ ആഴ്ച തന്നെ എനിക്ക് ജോലി കിട്ടി. പക്ഷേ ചില കാരണങ്ങളാൽ എനിക്ക് അവിടെ തുടരാൻ സാധിച്ചില്ല. അതിനെ തുടർന്ന് ഞാൻ അവിടെ നിന്ന് ഒഴിവാക്കുകയും
പിന്നെ ജോലിക്ക് വേണ്ടി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ജോലി കിട്ടുന്നില്ല. എൻ്റെ വിസ തീർന്നു. അപ്പോൾ എന്നെ ഇവിടുന്ന് കൊണ്ടുപോയത് എൻ്റെ മാമനാണ്, പപ്പയുടെ കസിനാണ്. ഞാൻ മാമാണെന്നാണ് വിളിക്കുന്നത്. അങ്കിളാണ് എന്നെ കൊണ്ടുപോയത് അവിടെ. അപ്പോൾ അങ്കിൾക്കും ഒരു ടെൻഷനായി, എനിക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. അങ്ങനെ പപ്പയും മമ്മയും എന്നോട് ഒരു ദിവസം പറഞ്ഞു, എടാ നീ ഉടമ്പടി എടുക്ക്, ഓൺലൈൻ ഉടമ്പടി ഉണ്ട്, അതെടുക്ക്, നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഞങ്ങൾ മാത്രം എടുത്തിട്ട് കാര്യമില്ലല്ലോ, നീയും എടുക്ക്. ആ സമയത്തൊക്കെ ഞാൻ ഇവിടെ നിന്ന് ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി പ്രാർത്ഥനയും അതുപോലെ ധ്യാനവും എല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു, സാക്ഷ്യങ്ങളും കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും എനിക്ക് ജോലി കിട്ടിയില്ല. ഞാൻ എന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തോ അന്ന് എനിക്ക് ഇൻ്റർവ്യൂ വരാൻ തുടങ്ങി. 4 ഇൻ്റർവ്യൂ എനിക്ക് അടുപ്പിച്ച് വന്നു. 4 ദിവസങ്ങളായിട്ട് നടന്നു. ഞാൻ ഏറ്റവും ആഗ്രഹിച്ച അത്രയും വലിയ കമ്പനികളിലാണ് എനിക്ക് ജോലി കിട്ടിയത്. അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റാണ്. കാരണം അത്രയും നാൾ ഞാൻ വിശ്വസിച്ചത് ഇല്ല, കിട്ടില്ല, ഇനി ഒന്നും കാരണമില്ല. ഞാൻ മമ്മിയോടും പപ്പയോടും പറയുന്നത്, പപ്പേ വെറുതെയാണ്, നമുക്കിത് കിട്ടൂല, ഞാൻ ശ്രമിച്ചാൽ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ, അല്ലാതെ പ്രാർത്ഥനയോട് കാര്യമില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ് ചെയ്യേണ്ടത്. പക്ഷേ എന്നെ അവിടുന്നാണ് എന്നെ ആ തിരുത്തി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അത് ശരിക്കും എൻ്റെ ജീവിതത്തിലുള്ള ടേണിംഗ് പോയിൻ്റാണ് ഞാൻ ഇപ്പോഴും പറയുന്നു. അതിനുശേഷം ഞാൻ ഇൻ്റർവ്യൂവിന് പോയി കമ്പനിയിൽ. 4 കമ്പനിയിലും പോയി. ഒരു ടെൻഷനും ഇല്ലാതെ എനിക്ക് ആ ഇൻ്റർവ്യൂ പങ്കെടുക്കാൻ പറ്റി. ഞാൻ ഉപ്പും തൈലവും ഈ രണ്ടും ഉപയോഗിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പങ്കെടുത്തത്. ഞാൻ ഇൻ്റർവ്യൂ കയറുന്നതിന് മുന്നേ ഇൻ്റർവ്യൂ ഹാളിന് തൊട്ട് മുൻപ് ഞാൻ ഉപ്പെടുത്ത് എൻ്റെ കയ്യിൽ പുരട്ടി. എന്നിട്ട് അതിൽ കയറുന്നതിന് തൊട്ട് മുന്നേ ഞാൻ ആ ഹാളിൽ അവർ കാണാതെ ഞാൻ ഇട്ട് അങ്ങനെ കയറി ഇൻ്റർവ്യൂ പാസ്സായി. അവസാനം ഞാൻ പപ്പയോട് വിളിച്ചു പറഞ്ഞു, പപ്പയെ എനിക്ക് ജോലി കിട്ടും, ഉറപ്പാണ്. അത്ര എനിക്ക് ധൈര്യം വന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ തിരിച്ചു വന്നു. പരിശുദ്ധ അമ്മ ദൈവപിതാവിൽ നിന്ന് എനിക്ക് നേടിത്തുന്ന സാക്ഷ്യത്തിന് അത്രയും വലിയ സാക്ഷിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതിന് സാക്ഷ്യം വഹിക്കുവാൻ ഞാൻ നന്ദി സൂചകമായി ഞാൻ ഇവിടുന്ന് തീർത്ഥാടന ഉടമ്പടി ഇരിക്കുകയും ഇന്ന് അതിൽ 2ാമത്തെ പുതുക്കലാണ്. ഞാൻ 2 വർഷമായി ഇപ്പോൾ ദുബായിൽ നിൽക്കുന്നു. സെയിം കമ്പനിയാണ്, ഒരു കുഴപ്പവുമില്ല. എല്ലാ തരത്തിലും ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എനിക്ക് ഒരു ഈശോയോടാണ് ഞാനിന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അമ്മയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് ഇവിടെ വച്ചാണ് അമ്മയോട് പ്രാർത്ഥിച്ചാലേ ഈശോ കേൾക്കുകയുള്ളൂ എന്നൊരു ചിന്ത എനിക്ക് വന്നത് ഇവിടെ വച്ച് തന്നെയാണ്. അങ്ങനെ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റാണ് ഈ കൃപാസനം. ഇത്രയും നല്ല അനുഗ്രഹം നേടുത്തുന്ന എൻ്റെ കുടുംബത്തിനും എനിക്കും ഇത്രയും നല്ല അനുഗ്രഹം നേടുത്തുന്ന പരിശുദ്ധ അമ്മയ്ക്ക്, കൃപാസന പ്രസാദപര മാതാവിന് 1000 നന്ദി. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമാണേലും ഞങ്ങൾ വൃദ്ധമന്ദിരങ്ങളിൽ പോയി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, സാമ്പത്തിക സഹായം, ഭക്ഷണം അത് കൊടുക്കുക. അതുപോലെ കൃപാസന പത്രമാണേൽ ഞാൻ വീടാന്തരം കയറി വീടുകളിൽ കൊടുക്കുന്നത് എനിക്കിഷ്ടം. വീടുകളിൽ ചെന്ന് കയ്യിൽ കൊടുക്കണം. വീട്ടിൽ ആളില്ലെങ്കിൽ ഞാൻ കൊടുക്കാറില്ല. വീട്ടിൽ ചെന്ന് അവരുടെ കയ്യിൽ കൊടുത്ത് എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം പറഞ്ഞിട്ട് അവരോടൊന്ന് മിണ്ടി പറഞ്ഞ് അങ്ങനെ പോരുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ കൊടുത്തു, അങ്ങനെയാണ് അത് ചെയ്യാറ്. കൃപാസന മാതാവിനും തിരുകുമാരനും പിതാവായ ദൈവത്തിനും 100,000 കോടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 68, 19, 20 തിരുവചനങ്ങൾ. അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമാണ് നമ്മുടെ രക്ഷ. നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്. മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമായ കർത്താവാണ് നൽകുന്നത്. ഷിബു ജോസഫ് എന്ന ഈ സഹോദരനും മകനും കുടുംബത്തിൽ ലഭിച്ച നിരവധിയായ കൃപാസനം സംരക്ഷണത്തിന് നന്ദി പറയുകയാണ്. ഉടമ്പടി എടുത്ത നാൾ മുതൽ ജീവിതത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ അമ്മയുടെ അരികിൽ സമർപ്പിക്കുന്നുവോ ഓരോ വിഷയത്തിനും സവിശേഷമായ ഇടപെടലും അത്ഭുതകരമായ രക്ഷപ്പെടലുകളും ജീവിതത്തിന് മേൽഗതിയും കുടുംബത്തിന് ലഭിച്ചതാണ് ഇവർ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയത്. അത് കാറ് വാങ്ങുന്നതിനാണെങ്കിലും അതിൻ്റെ അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെടുത്തലാണെങ്കിലും അപ്പച്ചൻ വളരെ സുന്ദരമായി പറഞ്ഞു, കാറ് വാങ്ങുവാൻ പോകുമ്പോൾ അമ്മ മാതാവിൻ്റെ അടയാളം വേണമെന്ന് ആഗ്രഹിച്ചു ചെന്നു. അവിടെ ഉടമ്പടിയുമായൊന്നും വലിയ ബന്ധമില്ലാത്ത ഒരു കുടുംബത്തിൻ്റെ കാറിൽ കൃപാസനം ജപമാല കണ്ടുകൊണ്ട് അത് അമ്മ നൽകിയ അടയാളമായി സ്വീകരിച്ച് സ്വന്തമാക്കുന്നു. കാറ് അപകടത്തിൽപ്പെടുമ്പോൾ പോറലേൽക്കാതെ കുടുംബാംഗങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു.
അതെങ്ങനെ മറ്റൊരു വാഹനം സ്വന്തമാക്കുമെന്ന് കരുതി അതിൻ്റെ വിവിധ പരിശ്രമങ്ങളിൽ ഏർപ്പെടുമ്പോൾ അമ്മ മാതാവ് തന്നെ വഴിയൊരുക്കി കൊടുത്ത് എക്സ്ചേഞ്ചിനുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിച്ച് ആ പദ്ധതിയെയും സുരക്ഷിതമായി അനുഗ്രഹിക്കുന്നു. അതോടൊപ്പം മകൻ്റെ ജോലിയെയും അമ്മ മാതാവ് സവിശേഷമായി സംരക്ഷിച്ചതും അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഉടമ്പടി നമുക്ക് കൈമാറുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ ദൈവത്തോട് ചേർന്ന് ഒരാലോചന നടത്തുവാനുള്ള അവസരമാണ്. ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ പോരായ്മയായി നമ്മളിൽ കാണുന്നുവെങ്കിൽ അവ ഒന്ന് ഉപേക്ഷിച്ചുകൊണ്ട് കുറേ കൂടി ഹൃദയശുദ്ധിയുള്ള, വിശ്വസ്തതയുള്ള, ദൈവസ്നേഹമുള്ള ഒരു ജീവിതം നയിക്കുവാൻ മരിയൻ ഉടമ്പടി നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പച്ചൻ വാക്കുകളിലൂടെ സൂചിപ്പിച്ചു, ഓരോ വീട്ടിലും കൃപാസനം പത്രം കൊണ്ടുവന്ന് കൊടുത്ത് തനിക്ക് ലഭിച്ച ദൈവാനുഭവങ്ങളെ പങ്കുവെച്ചുകൊണ്ട് എത്രത്തോളം അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഈ നാളുകളിൽ അനുഗ്രഹത്തിൻ്റെ പേമാരി ലോകം മുഴുവനും ചൊരിയുന്നുവെന്ന് ബോധ്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, സന്തോഷത്തോടുകൂടി പങ്കുവയ്ക്കുവാൻ തൻ്റെ കുടുംബത്തിന് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും നേരിൽ കണ്ട് കൃപാസനം പത്രം കൈമാറുമ്പോൾ അത് നല്ലൊരു സുവിശേഷ പ്രവർത്തനമായി എനിക്ക് മാറുകയും ചെയ്യുന്നുവെന്ന് മകൻ സൂചിപ്പിച്ചു. ഇവിടെ അമ്മയും അപ്പനും ഉടമ്പടി എടുത്തവരാണ്. അവരോടൊപ്പം ഇവിടെ വരുമ്പോൾ എനിക്ക് അത്ര വലിയ ഫീലിങ്സ് ഒന്നും തോന്നിയിട്ടില്ല. പ്രാർത്ഥിച്ചാൽ മാത്രം കാര്യം നടക്കുമോ എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ട് വിസ കാലാവധി തീർന്ന് നാട്ടിലേക്ക് പോരുവാനായപ്പോൾ അപ്പനും അമ്മയും ഒരുപോലെ പറഞ്ഞു, ഒന്ന് നീ ഓൺലൈൻ ഉടമ്പടി എടുക്ക്. ആ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്ന പറഞ്ഞതിനോട് ഒന്ന് ഹൃദയം ചേർത്ത് വെച്ച് എടുത്ത ദിവസം 4 ജോലിയിടങ്ങളിൽ നിന്ന് അന്വേഷണം വരികയും ഏറ്റവും മികച്ച ജോലി 2 വർഷമായി തുടരുവാൻ തക്കവിധം അമ്മ മാതാവ് മകനെ സഹായിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഉടമ്പടി ഒരിക്കലും നമുക്കൊരു നഷ്ടക്കച്ചവടമാവില്ല. ഉടമ്പടി എപ്പോഴും അമ്മ മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണയിൽ ദൈവം ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയിലും അനുഗ്രഹം ചൊരിയുന്നതിന് സമയച്ചുരുക്കത്തിൽ നമ്മളെ സഹായിക്കുകയും മേൽഗതിയിലേക്ക് നമ്മുടെ ജീവിതം നയിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ മാത്രമേ നമുക്ക് നൽകൂ. അതുകൊണ്ട് ഉടമ്പടി നമുക്ക് ഉറപ്പാണ് ദൈവത്തിൻ്റെ കരുണയും കൃപയും ജീവിതത്തിൽ അനുഭവിക്കുന്നതിന് വേണ്ടി നമ്മളെ നിരന്തരം സഹായിക്കുമെന്ന്. എളിമപ്പെട്ട് വിശുദ്ധിയിലും വിശ്വസ്തതയിലും ഉടമ്പടിയിൽ നമുക്ക് കൂടുതൽ ശരണപ്പെട്ട് ജീവിക്കാം. അത് നമ്മുടെ ജീവിത വിഷയങ്ങളെ ദൈവ തിരുമുമ്പിൽ അമ്മ മാതാവ് സമർപ്പിച്ചുകൊണ്ട് നേടിത്തരുന്നതുവരെയും നമ്മളെ നയിക്കും, സന്ദേശങ്ങൾ നൽകും, കൂടെ നിന്ന് പ്രത്യാശയിൽ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കും. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ബോധ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.